പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തിങ്കളാഴ്ച ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞത്, ഇന്നലെ കോടന്നൂർ ഇടവകയിൽ അവിടുത്തെ 12ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നത് അഖിൽ എന്ന് പറഞ്ഞൊരു മാഷാണ്. ഒരു യുവാവ്, ഒരു 30-35 വയസ്സുള്ളൊരു യുവാവാണ്. അഖില് ഇന്നലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്. അഖിലിൻ്റെ ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൺഡേ രാവിലെ 7 തുടങ്ങി വൈകിട്ട് ഏതാണ്ട് 8 മണി വരെയുള്ള ഒരു സെഷൻ, ഒരു 1 ഡേ സെഷൻ കംപ്ലീറ്റ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചു എൻ്റെ അഖില ഞായറാഴ്ച ഒരു ഫുൾ ഡേ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വരുമെന്ന് തോന്നുന്നുണ്ടോ അഖിലിന്? കഴിഞ്ഞ വർഷം മുഴുവൻ കുട്ടികളും വന്നു. ഇത്തവണയും പ്രിയ സഹോദരങ്ങൾ 27 കുട്ടികളും ആ ശുശ്രൂഷയിൽ അവരുടെ കോൺവെൻറ്റിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത്. 27 ഇന്നലെ അച്ഛൻ അതിന് പോയായിരുന്നു. എനിക്ക് ഭയങ്കര, അതായത് 10,000ങ്ങളോട് സുവിശേഷം പറയുന്നതിനേക്കാൾ റിച്ച് അനുഭവമായിരുന്നു ഈ കുട്ടികളോട്. ഞങ്ങൾ ബലിയർപ്പിച്ചു. പിന്നെ ബലിയർപ്പണത്തിൻ്റെ മധ്യ ഒരു ഭജന ശുശ്രൂഷ നടത്തി. ശരിക്കും ഈ കുട്ടികൾ, യുവാക്കന്മാരൊക്കെ ശരിക്കും എത്ര തുറവിയോട് കൂടിയിട്ടാണെന്നോ ശരിക്കും ആ ശുശ്രൂഷ കേൾക്കുന്നത്. ശരിക്കും കൊടുക്കേണ്ട വിധത്തിൽ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ഞാൻ പ്രത്യേകമായിട്ട് അഖിലിൻ്റെ പോലെ ധാരാളം മതാധ്യാപകർക്കൊക്കെ വലിയൊരു റോള് സുവിശേഷ വേലയിൽ ചെയ്യാനുണ്ട്. അഖിലയോട് ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അഖിൽ പലപ്പോഴും പറയാനുള്ളത് വെച്ചാൽ, ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാറില്ല. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ട് ഞാൻ നിരന്തരമായി പരിശ്രമിക്കുന്നുണ്ട്. അത് ചെയ്താൽ മതി, ബാക്കിയുള്ളതെല്ലാം ശരി ഈശോ പിന്നെ അവരിലൂടെ ചെയ്യും. ഹല്ലേലൂയ. ഞാനെല്ലാം തികഞ്ഞവനാണെന്നല്ല, എനിക്ക് ഈശോയെ എൻ്റെ ജീവിതത്തെ കുറേ കൂടി ഒരു മെച്ചപ്പെട്ട ക്രിസ്തു ശിഷ്യനാകാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നമ്മിലൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ എല്ലാ മതബോധന ശുശ്രൂഷകരെയും നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു അപ്പസ്റ്റോലിക് സീൽ കിട്ടാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് കൊളോസസ് ലേഖനം 1:10. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ഒരാശംസയാണ് കൊളോസസ് ലേഖനത്തിൽ, അവർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, കർത്താവിന് യോജിച്ചതാവണം, അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിന് ഒരു അഭിമാനം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട മകൻ സജു, എൻ്റെ പ്രിയപ്പെട്ട മകൾ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, എൻ്റെ പ്രിയപ്പെട്ട, അങ്ങനെ ശരിക്കും നമ്മൾ പ്രിയപ്പെട്ട എന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവിന് യോജിച്ചൊരു ജീവിതമാണോ നമ്മുടേത്? അവിടത്തേക്ക് പ്രീതിജനകമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുന്ന ഒരു സമയത്ത് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് ഈശോ നമ്മുടെ പ്രവൃത്തികളെ ജസ്റ്റ് ഒരു വാലുവേഷൻ, കഴിഞ്ഞൊരു 2-3 ദിവസത്തെ പ്രവർത്തനം വെറുതെ ഒന്ന് ആത്മശോധന എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെയുള്ളത്, നമ്മളൊരു കഴിഞ്ഞ 2-3 ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ സമയം, ഫ്രീ ടൈമൊക്കെ കിട്ടിയ സമയങ്ങളിൽ ബിസി ആയിരുന്നു, പക്ഷെ എന്നാലും എൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എങ്ങനെയാണത് ഉപയോഗിച്ചത് നോക്കുന്ന ആത്മശോധന നടത്താം. ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ സമയത്തെ ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കാം. സ്വർഗം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.